നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. SITയുടെ അന്വേഷണം എന്തിനു വേണ്ടിയാണ്? SIT ശരിക്കും സംരക്ഷിക്കുന്നത് അയ്യപ്പനെയാണോ അതോ അതിനു മുകളിലേക്ക് അവർ കരുതുന്ന പലരെയുമാണോ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സഭയിലടക്കം ഈ ചോദ്യം അലയടിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ന് ശ്രദ്ധേയമായ ഒരു വിഷയമുണ്ടായിരിക്കുന്നു. ഏവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്, ഒരു ഞെട്ടലും ഇതിലുണ്ടായിട്ടില്ല. അതായത് ഒന്നാം പ്രതിയായ ഏറ്റവും പ്രധാനിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തെത്തി. എന്നാൽ പോറ്റി പുറത്തെത്തുമ്പോൾ പോറ്റിയെ തൂക്കാനായി കൃത്യമായി പ്ലാനും പദ്ധതികളുമായി കേന്ദ്ര ഏജൻസി കാത്തിരിപ്പുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കൊള്ളക്കേസിലെ മുഖ്യപ്രതിയെ കുരുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറെ ദിവസങ്ങളായി കാത്തിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു ദിവസം സ്വാഭാവിക ജാമ്യം തേടി പുറത്തിറങ്ങും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ED സംഘം. സ്വർണം കവർന്ന കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് വിധി വന്നിരിക്കുന്നത്. പോറ്റിക്ക് അങ്ങനെ ജാമ്യവും അനുവദിച്ചിരിക്കുന്നു. കുറ്റം SITയുടേത്. കട്ടിളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായി. എന്നാൽ ഇതുവരെയും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വേണ്ട വിധത്തിൽ തെളിവുകൾ സമാഹരിച്ച് കുരുക്കാൻ സാധിച്ചിട്ടില്ല. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെയാണ് സ്വാഭാവിക ജാമ്യത്തിന് പോറ്റിയെ അർഹനാക്കിയത്. വിവിധ കോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഉപാധികൾ വെച്ചിട്ടുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോകരുത്, അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് പോറ്റി രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ടതില്ല. പോറ്റിയെ ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത രീതിയിൽ കൊടുക്കാനുള്ള ഉഗ്രലക്ഷ്യവുമായി ED സംഘമാണ് കാത്തിരിക്കുന്നത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ പോറ്റിയെ പിടിക്കാൻ എൻഫോഴ്സ്മെന്റ് തക്കം പാർത്തിരിക്കുന്നു. പോറ്റി പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ പോറ്റിയെ ചോദ്യം ചെയ്യണം, കസ്റ്റഡിയിലെടുക്കണമെന്ന നീക്കത്തിൽ തന്നെയാണ് ED കാത്തിരിക്കുന്നത്. ജാമ്യം കിട്ടുന്ന തൊട്ടടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള സമൻസ് ആയിരിക്കും ED ആദ്യം നൽകുക. ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ അറസ്റ്റിനടക്കം സാധ്യതയുണ്ട്. കേസ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. SITയുടെ അന്വേഷണത്തിനുണ്ടായിരുന്ന പരിമിതികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. SIT ആർക്ക് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. SIT ആരെ സംരക്ഷിക്കുന്നു എന്ന കാര്യവും സമാനമായി വിവാദത്തിൽ ഏർപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണം ഒരു ഭാഗത്ത് പോകട്ടെ, അതിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞിരിക്കുന്നു. രണ്ടാം ഭാഗത്തിലേക്ക്, കേസന്വേഷണത്തിലേക്ക് ED കടന്നു വന്നതോടെ കാര്യങ്ങൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. EDയെ സംബന്ധിച്ച് പ്രധാനമായും പോറ്റിയുടെ അനധികൃത സ്വത്ത് സമ്പാദനമായിരിക്കും വിഷയം. അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ സ്വത്ത്, ആ പണം അത് എവിടെ നിന്ന് വന്നു? അത് അയ്യൻ്റെ സ്വത്ത് വിറ്റുണ്ടാക്കിയ പണമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ എവിടെയാണ് അയ്യപ്പൻ്റെ സ്വർണം ഒളിപ്പിച്ചത്? എവിടേക്ക് കടത്തിയിരിക്കുന്നു? അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ED സംഘത്തിന് പുറത്തു കൊണ്ടുവരാനായി സാധിക്കും. അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനിടയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 രൂപ വിലമതിക്കുന്ന സ്വത്തുവകകൾ ED നേരത്തെ തന്നെ മരവിപ്പിച്ചിരുന്നു. വട്ടിപ്പലിശയ്ക്ക് പണം കൊടുത്ത് നിരവധി ആളുകളുടെ സ്വത്തുകൾ സ്വന്തം പേരിലും ബന്ധുക്കളുടെ പേരിലുമൊക്കെ പോറ്റി പ്രമാണം ചമച്ച് സ്വന്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരുപാട് സിവിൽ കേസുകൾ പലവിധ കോടതികളിലായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പിന്നീട് ഒത്തുതീർപ്പാക്കി മാറ്റുകയാണ് ചെയ്തത്. ക്ഷേത്ര പൂജാരി മാത്രമായിട്ടുള്ള പോറ്റി ഏറെ കുറഞ്ഞ ഒരു കാലയളവിൽ ഇത്രയധികം സ്വത്ത് എങ്ങനെ സ്വന്തമാക്കി? എങ്ങനെയാണ് ഇത്രയധികം ധനികനായി മാറിയത്? അതിൻ്റെ ഉത്തരം പോറ്റിക്ക് നൽകിയേ മതിയാകൂ. ഇനി പോറ്റിയെ സംരക്ഷിക്കുന്ന ഉന്നതരുടെ വിവരങ്ങളടക്കം പോറ്റിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. മണി ലെൻഡേഴ്സ് ആക്ട് അനുസരിച്ചുള്ള സർക്കാർ ലൈസൻസി അല്ലാത്ത പലിശയ്ക്ക് പണം നൽകുന്നതൊക്കെ നിയമവിരുദ്ധമായ കാര്യമാണ്. ലൈസൻസ് ഉള്ള മണി ലെൻഡർമാർക്കും വാണിജ്യ ബാങ്കുകൾ ഈടാക്കുന്നതിനേക്കാൾ 2% അധിക പലിശ ഈടാക്കാൻ മാത്രമേ അവകാശമുള്ളൂ, അതിനുള്ള അനുവാദമുള്ളൂ. നേരത്തെ ഇക്കാര്യങ്ങൾ കാട്ടി പോറ്റിക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ SIT ആലോചിച്ചു. പക്ഷെ പിന്നീട് അത് ഉപേക്ഷിച്ചു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ED സംഘം എത്തിയത് കൊണ്ടാണോ അതോ മറ്റ് കാരണങ്ങളുണ്ടോ എന്നത് ഇപ്പോഴും ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. വീണ്ടും SIT കസ്റ്റഡിയിൽ എടുത്താൽ അതൊരു പക്ഷേ പോറ്റിയെ ചൊടിപ്പിച്ചേക്കും. പോറ്റി സഹികെട്ട് മറ്റു കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞേക്കും. നിലവിൽ കട്ടിളപ്പാളി കേസിലും സ്വർണം കട്ട കേസിലുമൊക്കെയായി 90 ദിവസം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പുറത്തിറങ്ങാം. ഒരു 3 മാസം സഹിച്ച് ക്ഷമിച്ച് അകത്ത് കിടക്ക് എന്നുള്ള ഉപദേശം പോറ്റിക്കിനി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും അറിയണം. സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാരടക്കമുള്ളവരുടെ പേരുകൾ ഒരുപക്ഷെ പോറ്റി പുറത്തു പറയുമോ എന്ന ഭയം സർക്കാരിനെ അലട്ടുന്നുണ്ടായിരിക്കാം. ഇടതുപക്ഷത്തെ ഏറെ വെല്ലുവിളി ഉയർത്തുന്ന, പ്രതിരോധം തീർക്കുന്ന ഒരു വിഷയമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഉന്നതങ്ങളിൽ നിന്നും SITക്ക് സമ്മർദ്ദം ഉണ്ടായോ എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത് കൂടി ഇനി അറിയേണ്ടതുണ്ട്. ആ സമ്മർദ്ദത്തെ തുടർന്ന് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ആ കേസെടുക്കുന്ന നീക്കം ഉപേക്ഷിച്ചതെന്നും കരുതുന്നു. അതല്ല എങ്കിൽ ആ കേസെടുത്ത്
എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പിന്നെയും ഒരു 90 ദിവസത്തെ സാവകാശം ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിട്ട് അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സർക്കാർ തലങ്ങളിൽ നിന്നും ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് SIT അറസ്റ്റ് രേഖപ്പെടുത്താൻ മടിച്ച് മുന്നോട്ട് പോയതെന്നാണ് കരുതുന്നത്. എന്നാൽ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രിയായ കടകംപള്ളിയെ എന്തുകൊണ്ട് പിന്നീട് മറ്റ് ചോദ്യം ചെയ്യലിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഒന്നും തന്നെ കൊണ്ടെത്തിച്ചില്ല എന്നുള്ളതും സംശയമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇനി ആ ജോലി ED നോക്കിക്കൊള്ളാമെന്നാണ് പറയുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ED എന്തായിരുന്നാലും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനി സമൻസ് കൊടുക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തും വലയിലാകും എന്ന് വേണം കരുതാൻ. EDയുടെ അന്വേഷണ പരിധിയിൽ തന്നെയാണ് PS പ്രശാന്തും. SIT അന്വേഷണത്തിൽ കാര്യമായൊരു വിശ്വാസം ED മുഖവിലേക്ക് എടുക്കുന്നില്ല. SITയുടെ അന്വേഷണം ഏത് തലത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നതെന്ന് EDക്ക് വ്യക്തമായി തന്നെ അറിയാം. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ED പരിശോധിക്കുന്നത്. കേസന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളിൽ നിന്നും SIT എടുത്ത മൊഴിപ്പകർപ്പും അനുബന്ധ രേഖകളും ഒക്കെ തന്നെ ED നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അത് കൈമാറാൻ ആദ്യം തയ്യാറല്ല എന്ന് പറഞ്ഞു. കേസുമായി മുന്നോട്ട് പോയി, കോടതിയുടെ നിർദ്ദേശമുണ്ടായി, സർക്കാർ എതിർപ്പ് പറഞ്ഞു. എന്നിരുന്നാലും അവസാനം പന്ത് EDയുടെ കോർട്ടിലേക്ക് എത്തി. കൈമാറാൻ തയ്യാറാണെന്ന് SP ശശിധരൻ തന്നെ സമ്മതിച്ചു. ED ഇത് ഏറ്റുവാങ്ങിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സ്വന്തം നിലയ്ക്ക് തന്നെ പ്രതികളെ ചോദ്യം ചെയ്ത് അതനുസരിച്ച് തെളിവ് ശേഖരണത്തിനാണ് ED തീരുമാനിക്കുന്നത്. കട്ടളപ്പാളി കേസിൽ 90 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിഞ്ഞു. കൊല്ലം വിജിലൻസ് കോടതിയിൽ പോറ്റി സ്വാഭാവിക ജാമ്യവുമായി എത്തിയപ്പോൾ ഏവർക്കും അറിയാവുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ഇന്നുറപ്പായും പുറത്തിറങ്ങും എന്നുള്ളത്. ജാമ്യഹർജിയിൽ ഇന്നലെയായിരുന്നു വാദം പൂർത്തിയായത്. ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ സ്വാഭാവിക ജാമ്യം കിട്ടിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ടായിരുന്നു അന്നും കട്ടളപ്പാളി കേസിൽ പോറ്റിക്ക് ജാമ്യം കിട്ടിയത്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ 3 പ്രതികൾക്കും ഇതിനോടകം തന്നെ കോടതി ജാമ്യം കൊടുത്തു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബുവിനും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനും സ്വാഭാവിക ജാമ്യം കിട്ടി. എന്നാൽ റിമാൻഡിലായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ശ്രീകുമാറിന് തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കോടതി ജാമ്യം നൽകിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് ഈ അന്വേഷണത്തെ ബാധിക്കുമോ, അന്വേഷണത്തെ വഴിതെറ്റിക്കുമോ, അന്വേഷണം മുട്ടിലാകുമോ? എന്നാൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ തന്നെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇത് അന്വേഷണത്തെ ബാധിക്കില്ല, കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല എന്നുള്ള ഉറപ്പ് ഹൈക്കോടതി തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ 1-ാം പ്രതി തന്നെ പുറത്തു പോകുന്നത് കേസിനെ സംബന്ധിച്ച് ഏറെ ആകുലത ഉണ്ടാക്കുന്നതാണ്. ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കുമെന്നുള്ളത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഫെബ്രുവരി 11-ന് N വാസുവും ഫെബ്രുവരി 20-ാം തീയതി CPM നേതാവ് പത്മകുമാർ അടക്കമുള്ള മറ്റ് പ്രതികളുടെ അറസ്റ്റ് നടന്ന് ഈ 90 ദിവസം പൂർത്തിയാവുകയാണ്. അങ്ങനെ ഈ മാസം തന്നെ വാസുവും പത്മകുമാറും പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായിരുന്നാലും തിടുക്കപ്പെട്ട SIT ഒരു കുറ്റപത്ര സമർപ്പണത്തിലേക്ക് പോകില്ല. അങ്ങനെയെങ്കിൽ പോറ്റി പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ സമർപ്പിക്കാമായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുവർക്കും കൂടി ജാമ്യം കിട്ടും എന്ന കാര്യം ഉറപ്പായി. അങ്ങനെ സ്വർണ്ണ കടത്ത് കേസ്, സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെ സ്വന്തം കട്ടവരൊക്കെ തന്നെ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം വരും ദിവസങ്ങളിൽ മലയാളി സമൂഹത്തിന് കാണേണ്ടി വരും. പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ് അടക്കമുള്ളവർക്കെതിരെ SIT അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ കൂടി തന്നെയാണ് പോറ്റി പുറത്തിറങ്ങിയത്. അതിൽ പോറ്റി എന്ത് വെളിപ്പെടുത്തൽ ഇനി വരും ദിവസങ്ങളിൽ നടത്തുമെന്നുള്ളതും കാത്തിരുന്ന് കാണണം. ഇതിനിടയിൽ ED നടത്തുന്ന മറ്റൊരു സമാന്തര നീക്കം, തിരുവല്ലയിൽ ഒരു റെയ്ഡ് നടത്തിയൊരു വിഷയം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ റെയ്ഡ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റും നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഉടമയുമായിട്ടുള്ള NM രാജുവിൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെയാണ് EDയുടെ പരിശോധന. നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇയാളെ മുൻപ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശബരിമല മുൻ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവര് ഈ സ്ഥാപനത്തിൽ ഏകദേശം 2.5 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. അത്രയും സുപ്രധാന വിവരം ED സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. റെയ്ഡിൻ്റെ പശ്ചാത്തലമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഈ ഒരു വിഷയമാണ്. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇവിടെ നിക്ഷേപം നടത്തിയ വിവരങ്ങൾ തന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 152 ശാഖകൾ ഉണ്ടായിരുന്ന ഈ സ്വകാര്യ ബാങ്ക് പിന്നീട് പൂട്ടിപ്പോയി. ഒട്ടനവധി നിക്ഷേപകർക്കാണ് പണം നഷ്ടമായത്. സ്ഥാപനം പൂട്ടിയിട്ടും തൻ്റെ നിക്ഷേപത്തെക്കുറിച്ച് തന്ത്രി ഇതുവരെയും ആർക്കും പരാതി കൊടുത്തില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി മാറ്റിയത്. എന്തുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്നും ഇത്രയധികം പണം നഷ്ടപ്പെട്ടിട്ട് തന്ത്രി പരാതി കൊടുത്തില്ല? അപ്പോൾ ആ പണം വന്ന വഴി അത് ശരിയായ വഴി ആയിരുന്നു? അങ്ങനെയൊക്കെയുള്ള നിരവധി വിഷയങ്ങൾ EDയെ അലട്ടുന്നുണ്ട്. ഈ വിഷയങ്ങളാണ് ED പരിശോധിക്കുന്നത്. നിക്ഷേപ തട്ടിപ്പിലും അതിലൂടെ നടന്ന കള്ളപ്പണ ഇടപാടിലുമാണ് അങ്ങനെ ED ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. തന്ത്രിയുടെ പണത്തിൻ്റെ ഉറവിടം, അത് നിക്ഷേപിച്ച രീതി, അതാര് കൊടുത്തു? തന്ത്രി സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ല 2.5 കോടി എന്നുള്ളത് ആർക്കും ചിന്തിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഈ റെയ്ഡിൻ്റെ ഭാഗമായി നടത്തുകയാണ്. സ്വർണ്ണക്കൊള്ള കേസുമായി ഈ ഇടപാടുകൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് ED നിലവിൽ പരിശോധിക്കുന്നത്. അതേസമയം
ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സകലമാന പ്രതികളുടെയും അണിയറ ഇടപാടുകളെക്കുറിച്ചാണ് ഇഡി ഇനി അന്വേഷിക്കുന്നത്, ശക്തമാക്കുന്നത്. പ്രതികളുടെ രഹസ്യ സാമ്പത്തിക ഇടപാടുകൾ, ബന്ധങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. മുരാരി ബാബുവിന് പിറകെ തന്നെ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനുള്ള നടപടിയും തുടങ്ങി. സ്വർണ്ണക്കൊള്ളയിലെ കള്ളപ്പണ ഇടപാട് കേന്ദ്രീകരിച്ചാണ് ഇഡിയുടെ അന്വേഷണം. ജനുവരി 20-ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനം ഉൾപ്പെടെ 21 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളും തെളിവുകളും ഒക്കെ തന്നെ ഇഡി സംഘം സൂക്ഷ്മമായി തന്നെയാണ് വിലയിരുത്തുന്നത്. ലഭിച്ച രേഖകളുടെ ആധികാരികത, അനുബന്ധ വിവരങ്ങൾ, ഇവയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ബന്ധമുള്ളവർ, അങ്ങനെയുള്ളവരുടെ വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രതികളുടെ 2019 മുതൽ 2025 വരെയുള്ള ഇടപാടുകൾ അന്വേഷിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇഡി സംഘത്തിന് ഇനിയും കുറച്ചുകൂടി അധിക സമയം വേണ്ടിവരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.